തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ഒരാഴ്ചയായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാതെ കോൺഗ്രസ്. മുഖ്യമന്ത്രിയാവണം എന്ന ആവശ്യത്തിൽ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഉറച്ചു നിൽക്കുന്നതോടെയാണ് ചർച്ചകളെല്ലാം വഴിമുട്ടിയത്. തർക്കം രൂക്ഷമായതോടെ മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരായ കെ. സുധാകരൻ, കെ. മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം. ഹസൻ, വി.എം. സുധീരൻ എന്നിവരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ, എ.പി. അനിൽകുമാർ, പി.സി. വിശ്വനാഥ് എന്നിവരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വി.ഡി. സതീശന് അനുകൂലമായ തരംഗമുണ്ടെന്ന് എ.ഐ.സി.സി നിയോഗിച്ച ഏജൻസി റിപ്പോർട്ട് നൽകി. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള നേതാക്കളുടെ തർക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് മുസ്ലിം ലീഗ്. ഇതിനിടെ ഹൈക്കമാൻഡ് നിർദ്ദേശം മറികടന്ന് സംസ്ഥാനത്തുടനീളം നേതാക്കൾക്കായി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. തൃശൂർ വാടാനപ്പള്ളിയിൽ കെ.സി. വേണുഗോപാലിനായി CPIM നേതാവ് ഫ്ലക്സ് സ്ഥാപിച്ചതും വിവാദമായി മാറി. സാമൂഹ്യ മാധ്യമങ്ങളിൽ നേതാക്കൾക്കെതിരായ അണികളുടെ അധിക്ഷേപ പോസ്റ്റുകളും കമന്റുകളും ഇപ്പോഴും തുടരുകയുമാണ്. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോരിൽ 3 നേതാക്കളും പിന്മാറാത്ത സാഹചര്യത്തിൽ എന്താകും ഹൈക്കമാൻഡിന്റെ തീരുമാനം? ഒരാഴ്ചയായിട്ടും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇന്ന് കുറേയേറെ ആളുകളുടെ പ്രസ്താവനകൾ കൂടെ പുറത്തു വന്നു. നമുക്കത് കേൾക്കാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും അംഗീകരിക്കും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ടു. തീരുമാനം അവിടുന്ന് വരണം. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. ആ തീരുമാനം എന്തായാലും അത് എല്ലാവരും ചേർന്ന് നടപ്പാക്കും. കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കില്ലല്ലോ. ഏതായാലും നാളെ മറ്റന്നാളോ ആയിട്ട് എന്തായാലും തീരുമാനം വരും. നിങ്ങളുടെ ആകാംക്ഷയ്ക്കൊക്കെ അറുതി വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ എൻ്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഒരു സർപ്രൈസായിട്ടാണ് അറിഞ്ഞത്. ഇപ്പം തന്നെ മെസ്സേജ് കിട്ടിയത്. നാളെ ഏതായാലും ഡൽഹിക്ക് പോകുന്നുണ്ട്. പിന്നെ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉള്ള കൃത്യമായിട്ട് വിശദീകരണം നൽകും. ഇപ്പോൾ ജനാധിപത്യത്തിൽ എപ്പോഴും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ജനങ്ങളുടെ ആകർഷണം കൊണ്ടുവരാനും ജനങ്ങളുടെ മനസ്സിനെ ആ മുന്നണിയോടൊപ്പം പാർട്ടിയോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ വിജയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാരാണ് മുഖ്യമന്ത്രിമാരായി വരുന്നത്. അത് പിന്നെ ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു റെസൊല്യൂഷൻ, ഞാനൊരു MLA ആണെങ്കിൽ റെസൊല്യൂഷൻ കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം പുറത്ത് വന്ന് അതിൽപ്പെട്ട ഒരു ആൾ പുറത്ത് വന്ന് വർത്തമാനം പറയുന്നത് ശരിയാണോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നല്ലൊരു വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണി നേടിയത്. അതിന് നിറം കെടുത്തുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വേവലാതി, ബേജാറ്, അതാണ് അവരിൽ നിന്ന് പ്രകടമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയണം ഇത്തരം കാര്യങ്ങളൊക്കെ. കല്യാണത്തിന് പോയാലും പൊതുകിടങ്ങളിലും ചായക്കടയിലും ഒക്കെ അത് ചർച്ചയാണ്. ജയിച്ച് നമ്മുടെ നിയമസഭാ സാമാജികന്മാരായ സാമാജികന്മാർക്ക് വരെ ആഹ്ലാദ പ്രകടനത്തിന് ഇങ്ങനെ മങ്ങലേറ്റുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് താല്പര്യക്കുറവ്. അത് ഇനിയിപ്പോൾ വേണ്ട, ഇതൊക്കെ പൂർത്തിയായിട്ട് വന്നാൽ മതി, പ്രസിഡന്റിനൊക്കെ മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന ഇടങ്ങൾ വരെയുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നമ്മളെ ഈ പാർട്ടി പ്രവർത്തകന്മാരുടെ വികാരമാണ് നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കുന്നത്. ഒരുപാട് മെസ്സേജ് വാടാനപ്പള്ളിക്കാരെ മെസ്സേജും കണ്ടു, മറ്റുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് കണ്ട്. ഞാൻ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് എൻ്റെ പ്രസ്ഥാനത്തിനോട്, നമ്മുടെ പ്രസ്ഥാനത്തിനോട് ഏറ്റവും കൂടുതൽ എതിരുള്ള ഒരു പാർട്ടിയുടെ ആൾക്കാരുടെ ബോർഡാണ് വെച്ചിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ വാടാനപ്പള്ളിയിൽ തന്നെ സ്വന്തം സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാൻ വേണ്ടി, പാർട്ടി ചിഹ്നത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയ ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയുടെ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്യാമറ അവിടെ ഉള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ല. കാരണം ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അത് കേടായി. കോൺഗ്രസ്സുകാരും ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറുകയോ കത്തിക്കുകയോ ചെയ്യത്തില്ല. അല്ലെങ്കിൽ അവർ കോൺഗ്രസ്സുകാരല്ല. സമ്മേളനം നമ്മൾ പാലിച്ചില്ലെങ്കിൽ ഇതിന് മുതലെടുക്കാൻ ആളുണ്ട്. അപ്പൊ ഇതിനിടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് CPM-കാരൻ കോൺഗ്രസ് നേതാക്കന്മാർ അപ്പൊ പറയാണ് ഹൈക്കമാൻഡ് ഫ്ലെക്സ് വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്തേ കണ്ടില്ലേ, കോൺഗ്രസ്സുകാർ ഫ്ലെക്സ് വെച്ച് തുടങ്ങി, നിർത്തുന്നില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അംഗീകരിക്കുന്നില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിന് എന്ത് വില കണ്ടില്ലേ ഫ്ലെക്സ് എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ്. CCTV ഉണ്ടായതുകൊണ്ട് വിഷൽ കിട്ടി, ആളെ പിടിച്ചു. സത്യത്തിൽ ഈ വാടാനപ്പള്ളിയിൽ വെച്ച ഫ്ലക്സ് അല്ലാതെ
അതായത് ഒരു കോൺഗ്രസിനകത്ത് വിപ്ലവം നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചതെന്ന് പറയുന്നത്. അതൊഴികെ ബാക്കിയെല്ലാം ബോറാണ്. എനിക്ക് ബോറടിച്ചു തുടങ്ങി. ഇതിപ്പോൾ ഇത്രയും ദിവസം ഒരാഴ്ചയായി മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഈ CPM-കാരൻ ഈ ഫ്ലക്സ് കൊണ്ടുപോയിട്ട് രാത്രിയിൽ വെക്കുകയും ക്യാമറയിൽ പതിയുകയും അദ്ദേഹത്തിൻ്റെ ഓഡിയോ ഇങ്ങനെ പുറത്തു വരികയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കാര്യത്തിലൊന്നും ഒരു രസവുമില്ല. ഇപ്പം ബംഗാളിൽ സുവേന്ദു അധികാരി, അസമിൽ ഹിമന്ത വിശ്വ ശർമ്മ, തമിഴ്നാട്ടിൽ വിജയ്, പുതുച്ചേരിയിൽ NR വന്നു. 3 എല്ലായിടത്തും മുഖ്യമന്ത്രിമാരാണ്. ഇവിടെ മുഖ്യമന്ത്രി ആരാണ്? പ്രബുദ്ധ കേരളത്തിൽ നിന്ന് ചോദിച്ചാൽ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ടുന്ന അവസ്ഥയാണ്. എന്താ തോന്നുന്നത്? അല്ല, എനിക്ക് ഇനി അത് അധികം വൈകാൻ സാധ്യതയില്ല. 48 മണിക്കൂറിനുള്ളിൽ അത് പറയുന്നതും കുറച്ച് എങ്കിലും വൈകാതെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ മുൻ KPCC പ്രസിഡന്റുമാരെ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരെ എല്ലാവരെയും വിളിപ്പിച്ചിരിക്കുന്നു. സനീഷ്, ഈ ഫ്ലക്സ് വെച്ചതിനപ്പുറം എനിക്കൊരു കാര്യം കൂടി ഇന്നത്തെ രസകരമായി തോന്നിയത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രതികരണമാണ്. ഇത് എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല, ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അദ്ദേഹം. അതായത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു, ആ സീറ്റ് കൊടുത്തില്ല. എന്നിട്ടിപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം എന്തായാലും പോകണ്ട എന്ന് തീരുമാനിച്ചു. ബാക്കിയുള്ളവർ പോകുന്നുണ്ട്. എന്തായാലും ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ വിളിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്നു. വെറുതെ അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. വലിയ പ്രതിഷേധമൊക്കെ ഇങ്ങനെ ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് അവിടെ വെച്ച് ഇത് റിപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ തീരുമാനം അവരെ അറിയിക്കുക എന്നതായിരിക്കും ഇപ്പോൾ ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന നടപടി. മാത്രമല്ല, ഈ ഇത്രയും മുതിർന്ന നേതാക്കളെ ഒരുമിച്ച് വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ KCക്ക് അനുകൂലമായ ഒരു നിലപാടായിരിക്കുമോ അവിടെ പ്രഖ്യാപിക്കുക എന്ന് കൂടി ഞാൻ സംശയിക്കുന്നു. കാരണം ഒരു പ്രശ്നം ഇനിയും ഉണ്ടാവരുത്. ഈ പ്രഖ്യാപനത്തിന് ശേഷം പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാവരുത്. ഒരുമിച്ച് നിന്ന് എല്ലാവരും മുന്നോട്ട് പോകണമെന്നുള്ള ഒരു സന്ദേശം കൊടുക്കാനും ഡൽഹിയിൽ നിന്ന് ഇവരെല്ലാവരും ഒരുമിച്ച് വന്ന് ആ മട്ടിൽ അങ്ങ് തുടർന്ന് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമത്തിലേക്ക് ഇറങ്ങണമെന്നുള്ള നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കും അവിടേക്ക് വിളിപ്പിച്ചിട്ടുണ്ടാവുക. അല്ല, ഈ മുഴുവൻ പേരോടും ഇനി വീണ്ടും ഒരു അഭിപ്രായം ചോദിക്കേണ്ട സാഹചര്യമൊന്നും അവിടെ ഇല്ല. കാരണം അവർക്ക് എല്ലാവരുടെയും അഭിപ്രായം കിട്ടിക്കഴിഞ്ഞു. MP-മാരുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞു. MLA-മാരുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞു. പൊതുജനങ്ങളുടെ വികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. ഘടകകക്ഷികളുടെ വികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വീണ്ടും ആലോചിക്കാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. തീരുമാനം എന്താണ് എന്ന് റിപ്പോർട്ട് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ചർച്ചകളിലേക്ക് ഒക്കെ പോകാനും മാത്രമാണ് അവരെ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് നടക്കാൻ സാധ്യത. മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ട വാർത്തയുണ്ടല്ലോ, അതായത് അവിടെ ഈ 10 മിനിറ്റ് വീതം എല്ലാവർക്കും സമയം അനുവദിക്കുമ്പോഴും ഈ 3 പേർക്ക്, അതായത് VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും എന്തുകൊണ്ട് അവർ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ചോദ്യത്തിന് മറുപടി അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. അതിൽ ഏറ്റവും സുദീർഘമായി കാര്യങ്ങൾ വിശദീകരിച്ചത് VD സതീശൻ തന്നെയാണ്. അദ്ദേഹം വിശദീകരിച്ചത്, ഞാൻ ഈ കഴിഞ്ഞ കാലം മുഴുവൻ ഇവിടെ പാർട്ടിയെ വിജയിപ്പിക്കാനുള്ള കഠിനമായ ശ്രമത്തിലായിരുന്നു. മിഷൻ 63 എന്നുള്ള കൃത്യം ആ നമ്പറിലേക്ക് പോയി നിന്ന് ഒരു പദ്ധതിയുമൊക്കെയായി ഇറങ്ങിത്തിരിച്ചു. അന്ന് അതിനെ എതിർത്തവരാണ് ഇവിടെ ഉള്ള പലരും. പക്ഷേ ആ മിഷൻ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റി. പക്ഷേ ആ സമയത്ത് KC വേണുഗോപാൽ ഇവിടെ ഗ്രൂപ്പ് കളി നടത്തുകയായിരുന്നു എന്നതൊരു ആരോപണമായി അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. അദ്ദേഹം ഗ്രൂപ്പ് കെട്ടിപ്പടുക്കുകയായിരുന്നു എന്നുള്ളത്. മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നടക്കമുള്ള ആളുകൾക്ക് അവസരം ലഭിക്കുമ്പോൾ അത് ഞാൻ വഴി ലഭിച്ചതാണ് എന്ന് സ്ഥാപിച്ചെടുത്ത് അദ്ദേഹത്തിന് ലോയലായ കുറേ ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവിടെ ചെല്ലുമ്പോൾ ഈ കണക്ക് വെക്കുമ്പോൾ ഇത്രയധികം പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം VD സതീശൻ അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ട്, മാത്രമല്ല പല കാര്യങ്ങളും അവിടെ ചർച്ചയ്ക്ക് വന്നു. അതിൽ പ്രധാനപ്പെട്ടത് VD സതീശനെതിരായി വരുന്ന വാർത്തകൾ, ചില മാധ്യമ സ്ഥാപനങ്ങളിൽ അടക്കം വരുന്ന വാർത്തകളെ സംബന്ധിച്ച് അവിടെ വിശദീകരിച്ചു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മൂകാംബികയിൽ പോയ സമയത്ത് അദാനിയുടെ പ്രതിനിധിയെ കണ്ടു എന്നുള്ളതൊരു വലിയ വാർത്തയായി വന്നിരുന്നു. ആ വാർത്ത ഈ കേരളത്തിൽ നിന്നുള്ള മറ്റു പല നേതാക്കളും ഇതുപോലെ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഫോട്ടോകളടക്കം അദ്ദേഹം അവിടെ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചു. കാരണം അപ്പോൾ ഈ ആരോപണങ്ങളിലൊന്നും, ഇതൊക്കെ VD സതീശൻ എങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചാലും ഈ കാര്യങ്ങളെക്കുറിച്ച് അജ്ഞരല്ല അവർ. ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുണ്ട് ഹൈക്കമാൻഡിന് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവരുടെ തീരുമാനത്തിലേക്ക് VD സതീശനെ കൂടി കൊണ്ടുചെന്ന് എത്തിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതിലായിരിക്കും അവിടെ നടക്കുന്ന ഒരു ആലോചന എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന്, ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഭീതിയാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ CPM അതിൻ്റെ നേതാക്കളെ തോൽപ്പിച്ചതുപോലെ ഇവിടെ KC വേണുഗോപാൽ ഇനി എങ്ങാനും രാജിവെച്ചാൽ പെട്ടെന്ന് തോൽപ്പിക്കില്ലേ എന്നൊക്കെയുള്ള ആശങ്കയെ മറികടക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം കൂടി ദേശീയ നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായും
ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നത് ഇപ്പോൾ അടുത്ത ആഴ്ചയോ അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ചയോ നടക്കാനിരിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു 6 മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നടക്കാനിരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇപ്പം കെ സി വേണുഗോപാലിനെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചാൽ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ഈ സാഹചര്യത്തെ മറികടക്കാൻ, അതായത് ഈ എതിരഭിപ്രായങ്ങളെ മറികടക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. കാരണം ഒരു സമയപരിധി കിട്ടും. ആ സമയപരിധിക്കുള്ളിൽ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളും ഈ സർക്കാരിൻ്റെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും മറ്റ് ഗ്രൗണ്ടിലെ വർക്കും എല്ലാം ചേർന്ന് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും MLA-മാരെല്ലാം കൂടെ നിൽക്കുന്ന സാഹചര്യമുണ്ടല്ലോ, അപ്പോൾ ചേർന്ന് വരുമ്പോൾ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ വേറൊരു കാര്യം, ഈ രാജിവെച്ചിട്ടല്ലോ മറ്റു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അതിനുശേഷം മാത്രമാണ് പാർലമെൻറ്റ് മെമ്പർ സ്ഥാനം രാജിവെക്കുക. വീണ്ടും കിട്ടുകയാണ് അവിടെ ഒരു 6 മാസത്തിനടുത്ത് സമയപരിധി, അടുത്ത ഉപതെരഞ്ഞെടുപ്പിനായുള്ള സമയപരിധി. അപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചാൽ പിന്നീട് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അതിനെ ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള ഒരു സമയം അപ്പോൾ ലഭിക്കും എന്നുള്ള തോന്നൽ കൂടി ദേശീയ നേതൃത്വത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ആലോചനകളിലേക്കൊക്കെ അവർ പോയിട്ടുണ്ട്. അതുകൊണ്ട് കെ സി വേണുഗോപാൽ ഏറ്റവും അധികം ആത്യന്തികമായി ആ സംഘടനയ്ക്കകത്ത് ആർക്കാണ് പിന്തുണ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പോൾ പലരും താരതമ്യം ചെയ്ത് കണ്ട ഒരു കാര്യം, VS അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച 2006 എല്ലാവരും പുറത്തിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ഈ കേഡർ സംവിധാനത്തിന് വെളിയിൽ വന്ന് CPM-ൻ്റെ അണികൾ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് VS അച്യുതാനന്ദനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു, പിന്നീട് മുഖ്യമന്ത്രിയാവുന്നു. ഇതൊക്കെ നമുക്ക് മുന്നിലുള്ള വസ്തുതയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു സംവിധാനമല്ല കോൺഗ്രസിൻ്റേത് കുറേ കൂടി വിശാലമായി ജനാധിപത്യപരമായി ആളുകൾ കൂടുതൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്, ഓൾറെഡി ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അതിനുശേഷം അവർ ഈ തെരഞ്ഞെടുപ്പിനെല്ലാം ശേഷം അതിൻ്റെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ട അവരുടെ ഇൻറ്റേർണൽ പ്രോസസ്സല്ലേ ഈ നടക്കുന്നത്. മറ്റുള്ളത് ആളുകളുടെ തോന്നലാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്ന് നയിച്ച ആൾക്ക് തന്നെ കൊടുക്കേണ്ടതല്ലേ, അതല്ലേ അതിൻ്റെ കാവ്യനീതി എന്നുള്ളത് സാധാരണ ആളുകൾക്ക് തോന്നും. ഇതിലേറ്റവും രസകരമായ കാര്യം, ആ കാര്യത്തിൽ ഏറ്റവും വലിയ വേദന തോന്നുന്നവരിൽ വലിയൊരു വിഭാഗം ഇവിടെയുള്ള CPM പ്രവർത്തകരോ അണികളോ ആയ ആളുകൾ കൂടിയാണ്. VD സതീശന് കൊടുക്കേണ്ടതല്ലേ എന്നുള്ളൊരു തോന്നൽ ആ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. അതല്ലെങ്കിൽ പിന്നീട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച് ആ നിലയ്ക്ക് മുന്നിൽ നിന്ന ആളുകൾ അടക്കം ഇതിൽ കൂടുതൽ ഊർജ്ജസ്വലരായി മുന്നോട്ട് വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാനും VD സതീശന് കൊടുത്തില്ലെങ്കിൽ അത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ പാതകമാണ് എന്ന് സ്ഥാപിക്കാനും വേണ്ട ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആത്യന്തികമായി അദ്ദേഹം അർഹനാണ്, ആ കാര്യത്തിൽ നമ്മൾ പല ആവർത്തിയോടെ പറഞ്ഞതാണ്. പക്ഷേ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടിയുണ്ടല്ലോ. ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീരുമാനമാണത്. അവർക്ക് ആ സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ആ തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളത്. അവരുടെ മുഴുവൻ ബഹുഭൂരിപക്ഷം വരുന്ന MLA-മാരും MP-മാരും എല്ലാം ഈ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ചിലർ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ ഇവരോട് ആരാഞ്ഞേക്കാം. എന്തായാലും കെ മുരളീധരൻ വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം ഡൽഹിക്ക് തിരിച്ചത്. ഈ ബാക്കി എല്ലാവരും പോകുമ്പോൾ അത്ഭുതത്തോടെയും ആകെ അങ്കലാപ്പോടെയും പോകുന്നുണ്ടെങ്കിൽ കെ മുരളീധരനാണ് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഹാപ്പിയായി പോകുന്നത്. ഇനി ഒരു എന്താണ് അതാണ് ഇനി ഈ മുൾക്കിരീടം അദ്ദേഹത്തിന് ചുമക്കേണ്ടി വരുമോ എന്നുള്ള ചർച്ചകളും ഈ സജീവമാണ്. അതായത് ഇതിനകത്ത് പിന്നെ ഇതിപ്പോൾ എനിക്ക് സത്യം പറയാം, എനിക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നവരാരായാലും എനിക്ക് നല്ല സന്തോഷമേ ഉള്ളൂ. അതായത് മുഖ്യമന്ത്രി നമ്മളെല്ലാ ദിവസവും പറയാറുണ്ട്, മുഖ്യമന്ത്രി VD സതീശൻ, മുഖ്യമന്ത്രി KC വേണുഗോപാൽ, മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല, ഓക്കെയാണ്. നാളെ മുഖ്യമന്ത്രി കെ മുരളീധരൻ എന്ന് പറയാനും വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഏബിളായിട്ടുള്ള ആളുകളാണ്. കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രിയാകാൻ ഇത്രമാത്രം പേരുകളുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു പ്രശ്നം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ വഴക്കാണ് ഇവർ തമ്മിൽ എന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞ വർഷം. അതായത് ഒരാഴ്ചയിലേക്ക് നീണ്ടതോടു കൂടിയിട്ട് ഈ 3 നേതാക്കളും ഈ അധികാര പദവിക്ക് വേണ്ടിയിട്ട് പരസ്പരം കടുത്ത മത്സരത്തിലാണ് എന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയമില്ല. അതായത് ആദ്യമൊക്കെ ഒരു സാധാരണ ക്ലെയിം, പിന്നെ അതവരൊന്ന് പരിഹരിക്കും. കാരണം ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം മറ്റു 2 പേരും വഴങ്ങുകയും മറ്റു 2 പേർക്കും വേണ്ട വകുപ്പുകളും മറ്റുമൊക്കെ അവർ തീരുമാനിക്കുകയൊക്കെ ചെയ്ത് കോൺഗ്രസ് അല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അവർ വന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും എന്നായിരുന്നു ആദ്യത്തെ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കഠിനമായിട്ടുള്ള വഴക്കാണ് അവർ തമ്മിൽ.
ശത്രുതയോളം എത്തുന്ന വഴക്കായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ അവർ നാളെ വന്ന് നിഷേധിച്ചാലും കേരള സമൂഹത്തിനകത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് മനസ്സിലായി കഴിഞ്ഞു ആൾക്കാർക്ക്. ഇന്നിപ്പോൾ വി ഡി സതീശൻ കെ സി വേണുഗോപാലിനെതിരെയുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞതായിട്ട് വരുന്ന വാർത്തകളെ നാളെ അദ്ദേഹം ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഒരുപക്ഷെ നിഷേധിച്ചേക്കാം. പക്ഷേ കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ നല്ല മൂട്ടൻ വഴക്കാണ് ഇന്ന് നാട്ടുകാർക്കിടയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഇവർ 3 പേരുടെയും അണികൾ ചേരിതിരിഞ്ഞ് നിൽക്കുകയാണ് മനസ്സിൽ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. ഇതിപ്പം കോൺഗ്രസിനെതിരെ ഒരു വലിയ വിജയത്തിന് ശേഷം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ താഴെ വന്നിട്ട് മറ്റ് സോഷ്യൽ മീഡിയ സൈബർ അണികളേക്കാൾ അഗ്രസീവാണ്. അവർ ചീത്ത വിളിക്കും എന്നറിയാഞ്ഞിട്ടല്ല ഞാനീ പറയുന്നത്. ഇത്രയും ദിവസം ഞാൻ അത് പറയാതിരുന്നല്ലോ. പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ്. ഇവർക്കിടയിൽ ശത്രുത ഉണ്ടായിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കോൺഗ്രസ്സുകാരല്ലാത്ത UDFകാരല്ലാത്ത ഈ നാട്ടിലെ മനുഷ്യരെയും ബാധിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന ആശങ്ക എനിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ നാളെ ഇവരിൽ ആരെങ്കിലും ആയിക്കോട്ടെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയാണ്, ഇവർ അങ്ങോട്ടേക്ക് പോയി, മുൻ KPC അധ്യക്ഷന്മാർ പോകുന്നു, നേതാക്കളൊക്കെ പോകുന്നു, എന്നിട്ട് ഇവർ ഒരു സമവായത്തിലെത്തിയിട്ട് ഇത് പ്രഖ്യാപിച്ചാലും അതിനുശേഷവും പ്രശ്നമുണ്ടാവും. ഇപ്പോൾ ഹർഷൻ പറയുന്നത് നമ്മളിപ്പോൾ കെ സി വേണുഗോപാലിലേക്ക് തന്നെ കാര്യങ്ങൾ എത്താനാണ് സാധ്യത എന്ന് ഒരുപാട് ആളുകൾ പറയുന്നു. കെ സി വേണുഗോപാലിലേക്ക് പോയാൽ ഉറപ്പായിട്ടും ഇവിടെ മുസ്ലിം ലീഗ് പ്രശ്നമാക്കില്ലേ, ജമാഅത്തെ ഇസ്ലാമി പ്രശ്നമാക്കില്ലേ, പിന്നെ ഈ വി ഡി സതീശൻ്റെ ആളുകൾ അദ്ദേഹം നിശ്ചയമായിട്ടും അർഹിക്കുന്ന ആളാണ്. എനിക്ക് 3 പേരുടെ അർഹതയിൽ സംശയമില്ല. വി ഡി സതീശൻ മുഴുവനായിട്ടും കൊണ്ടുപോയി നയിച്ച ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടിയിട്ട് വികാരം ഉണ്ടായിട്ട് വരും. ആ വികാര പ്രകടനമൊക്കെ ഒന്ന് ഒതുങ്ങിയാലും ഈ ഭരണം എങ്ങനെയായിരിക്കും ഹർഷ പോവുക? മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു നിസ്സാരമായിട്ടുള്ള പിഴവുണ്ടായാൽ, ഒരു വർത്തമാനത്തൊന്ന് പിഴച്ചാൽ, ഒരു തീരുമാനത്തിൽ ഒരല്പം ഒന്ന് ഇത് വന്നാൽ മറ്റു 2 ആളുകളും ചാടി വീഴില്ലേ? ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കുകളെക്കുറിച്ച് അറിയാത്തതാണോ? സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയെ നയിച്ച് ഭരണത്തിലെ നേട്ടങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിനേക്കാൾ പ്രാധാന്യം തമ്മിലടിക്ക് കിട്ടുന്നൊരു പാർട്ടിയല്ലേ കോൺഗ്രസ്? ചരിത്രം നമ്മുടെ മുമ്പിലില്ലേ അങ്ങനെ? എത്ര മുഖ്യമന്ത്രിമാർ അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്? അപ്പോൾ അത് ആരെയെ ബാധിക്കുക? അത് കോൺഗ്രസ്സുകാരും UDFകാരും അല്ലാത്ത മറ്റുള്ള എല്ലാ ഈ കേരളം മുഴുവൻ പൗരജനങ്ങളെയും ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് മാറുകയില്ലേ? ആ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുകയും സമവായത്തിലെത്തുകയും ചെയ്യുന്നത് ഈ ഹൈക്കമാൻഡ് ഉത്തരവാദിത്തമല്ലേ? എന്തുമാത്രമാണ് ഈ 3 വ്യക്തികൾക്ക് എത്ര വലിയ ഉത്തരവാദിത്തം അവരുടെ മുന്നിലുള്ളത്? അവരെ ഇത്രയും നാളും ഈ മീഡിയ എല്ലാം അതിൻ്റെ ഓരോരോ പക്ഷത്ത് നിന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുകയും പാതി തമാശ പറയുകയൊക്കെ ചെയ്ത് നമ്മളെപ്പോലുള്ള ആൾ ചർച്ച ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒരു നേതാവ് എന്ന് പറയുന്നത് കേട്ടില്ല, ഞങ്ങൾക്ക് പരിപാടി നടത്താൻ പറ്റുന്നില്ല, MLA-മാരുടെ ആഹ്ലാദപ്രകടനം നടത്താൻ പറ്റില്ല, ഒരു കല്യാണം വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. അഭിജിത്തോ മറ്റോ കല്യാണം വീട്ടിൽ പോയിട്ടെന്തോ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് വിശദീകരണം കൊടുക്കുന്ന വിഷ്വൽസ് കണ്ടിരുന്നു. ഇവർ 3 പേർ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അവർ വലിയ പ്രശ്നമാണെങ്കിൽ അവർ ഒരു കൊല്ലം 1.5 കൊല്ലമായിട്ട് തിരിച്ചിട്ടോ മറ്റോ 3 പേര് മാറി മാറി ഭരിക്കട്ടെ, ആർക്കാ തടസ്സം? ഇത് ഒരു നേതാക്കൾക്ക് നേതൃത്വ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇവർ തമ്മിലടിക്കല്ലേ? ഇപ്പോൾ അവിടെ ചെന്ന് നോക്കി അവർ തമ്മിലടിക്കുകയാണ്, വഴക്കിടുകയാണ്. ഈ 3 നേതാക്കൾ ഐക്യജനാധിപത്യ മുന്നണി, ഐക്യവും ജനാധിപത്യവുമുള്ള മുന്നണി, ഒരുപാട് ആളുകൾ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം എന്ന് പേരുള്ള ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നിട്ട് ഒരു വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നയിച്ചിട്ട് വമ്പൻ ജയമുണ്ടാക്കിയിട്ട് ആ ശോഭയാകെ കെടുത്തുന്ന വിധത്തിൽ ഐക്യവുമില്ല ജനാധിപത്യവുമില്ല. ഇവർ പറയും ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ജനാധിപത്യത്തിനകത്ത് എന്തിനാണ് അധികാര പദവിയോടുള്ള ആസക്തി, ഇത്രമേൽ വലിയ ആർത്തി? ഒരാൾക്കങ്ങ് വിട്ടുകൊടുത്തൂടെ? ഇത് ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ ആളുകൾ ചിരിക്കും. നിങ്ങൾ എന്താണ് ഈ കോൺഗ്രസിനെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾക്ക് ഒരല്പം മോഹം വന്നാൽ വലിയ കുഴപ്പമാണോ? ഇത് നിസ്സാരമായ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയാണോ? അല്ലല്ലോ. ഒരു സംസ്ഥാനത്തിൻ്റെ 3.25 കോടി ജനതയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്കുറിച്ച് അതിലേക്ക് ഒരാഴ്ച എടുത്താൽ, മുരളി ചോദിച്ചു 10 ദിവസം എടുത്താൽ എന്താ കുഴപ്പം, ഒരാഴ്ച എടുത്താൽ വലിയ കുഴപ്പമാണോ എന്നൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കെല്ലാം പ്രസക്തിയുമുണ്ട്, തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇതെന്തെങ്കിലും ജനാധിപത്യ പ്രക്രിയയിലൂടെ പോകുന്ന എന്തെങ്കിലും മഹത്തരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുകയല്ല, വെറും വഴക്കാണ്, മുട്ടൻ വഴക്കാണ്. അത് നമ്മൾ പറയണം. അതായത് ഈ മുട്ടൻ വഴക്ക് നാട്ടിൽ പ്രശ്നം ഉണ്ടാകരുത് എന്ന് കണ്ടിട്ട് അവർ ഫ്ലക്സെല്ലാം ഒന്ന് മാറ്റണം എന്ന് പറയുക മാത്രം. കഴിഞ്ഞ ദിവസം വന്നിട്ട് 3 പേർ നിന്നിട്ട് നല്ല കുട്ടികളെ പോലെ ഇങ്ങനെ നിന്നിട്ട് ക്ലാസ്സിൽ വലിയ വഴക്കുണ്ടാക്കിയിട്ട് പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ 3 കുട്ടികളും കൂടി ഇങ്ങനെ നിന്നിട്ട് പറയാണ് ഇത് നിങ്ങൾ ഫ്ലെക്സെല്ലാം ഒന്ന് മാറ്റണം. എങ്ങനെയാണ് അവർക്ക് പറയാൻ പറ്റുക? അവരുടെ അടികളോട് അങ്ങനെ പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അവരവിടെ വഴക്കിടുകയാണ്, ആ വഴക്കിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ വരികയാണ്. ഒരു കാര്യം ഏറ്റവും നിർണായകമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ 7 ദിവസം എടുത്തിട്ടും തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളുകൾ ഈ പാവപ്പെട്ട മനുഷ്യരോട്, ഈ വിജയത്തിൽ ആഹ്ലാദിച്ചിട്ട് എൻ്റെ നേതാവ് മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്ന മനുഷ്യരോട് നിങ്ങൾ ഫ്ലെക്സ് താഴെ വെക്കൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫ്ലെക്സ് താഴെ വെക്കൂ എന്ന് അവരോട് പറയുന്നത് എങ്ങനെയാണ്? ഇവരാദ്യം ഇവരുടെ മോഹങ്ങൾ താഴെ വെക്കണ്ടേ, എന്നിട്ടൊരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി വേണം എന്ന തലത്തിലേക്ക് ആലോചനകൾ കൊണ്ടുപോകണ്ടേ? അപ്പോൾ കോൺഗ്രസ്സാണ് ഇങ്ങനെ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതൊരു 7 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ജനാധിപത്യത്തിൻ്റെ സാധാരണ പ്രോസസ്സ് അല്ലേ എന്നൊക്കെ 100,000 ന്യായങ്ങൾ പറയാൻ പറ്റുമെങ്കിലും ഇനിയും ഹർഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ 48 മണിക്കൂറിനകത്ത്, എനിക്ക് ഉറപ്പൊന്നുമില്ല, ഹർഷൻ പറഞ്ഞാണ് 48 മണിക്കൂറിനകത്ത് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത്, സന്തോഷം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാരവരെ, അതായത്
ഹർഷ, ഒരു കാര്യം നമുക്ക് ഉറപ്പാണല്ലോ, കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും മാത്രം വോട്ട് ചെയ്തിട്ടല്ല ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിലും യു ഡി എഫോ എൽ ഡി എഫോ വിജയിച്ചോളട്ടെ, അവരവരുടെ പക്ഷത്തുള്ള ആളുകൾ മാത്രം, അന്ധരായിട്ടുള്ള അണികൾ മാത്രം, അന്ധരായിട്ടുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത് വളരെ ആരാധനാപൂർവ്വം അതിനോട് അണിചേർന്നിരിക്കുന്ന ആളുകൾ മാത്രം വോട്ട് ചെയ്തിട്ടല്ല ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. കുറേയേറെ ആളുകൾ പിന്നെ ഇതിനോടുള്ള സ്നേഹം കൊണ്ടും മറ്റത് മാറ്റം വേണമെന്നൊക്കെ കരുതിയിട്ട് വോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്ത മനുഷ്യർ ഇപ്പോൾ തന്നെ 3ാമത്തെ ദിവസം അവർ നിരാശരായി. പിന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലും ഡെഡ് ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയാമായിരുന്നു. ഇവിടെ ഒരു പ്രശ്നവുമില്ല. തമിഴ്നാട്ടിൽ ഉണ്ടാകാവുന്ന സാഹചര്യത്തെ അവർ അതിജീവിച്ചിട്ട് അവിടെ മുഖ്യമന്ത്രിയായി എന്ന് മാത്രമല്ല, അടുത്ത മുൻ മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് പിന്നെ ആശീർവാദം വാങ്ങിച്ച് സൗഹൃദം ഉണ്ടാക്കിയിട്ട് വന്നു. ഇവിടെ പഴയ മുഖ്യമന്ത്രി വീടൊഴിഞ്ഞ് വാടക വീട്ടിലേക്ക് പോയിട്ട് പശുവിനെ വിറ്റു. ആ പശുവിനെ വിറ്റു. വീട്ടിലുണ്ടായിരുന്ന പശുവിനെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വിൽക്കുകയല്ല, ഈ നോക്കേണ്ട ആളുകൾക്ക് കൈമാറി വാടക വീട്ടിലേക്ക് പോയി. ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി ആയിട്ടില്ല. എന്തായാലും ഇത് മോശമാണ് എന്ന് നമ്മൾ പറയാനുള്ള സമയമായിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ 10 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞവർക്ക് ഒരാഴ്ചയായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. 102 സീറ്റുമായി ഉജ്ജ്വല വിജയം നേടിയതിന് പിന്നാലെ തുടങ്ങിയ ചർച്ചയ്ക്ക് മേലുള്ള ചർച്ചയുമെല്ലാം ഫലം വന്ന 7 ദിവസം കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന സംസ്ഥാനങ്ങളിൽ ഇനിയും മുഖ്യമന്ത്രിയാകാത്തത് കേരളത്തിൽ മാത്രമാണ് എന്നുകൂടി ഓർക്കണം. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച പല ഒത്തുതീർപ്പ് ഫോർമുലകളും നേതാക്കളുടെ കടുംപിടുത്തത്തിൽ ഫലം കാണാതെ പോയി. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ മുഖ്യമന്ത്രി കസേരയ്ക്കായി ഉറച്ചു നിൽക്കുന്നു എന്നതാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. മുഖ്യമന്ത്രി ആര് എന്നതിൽ തീരുമാനം നീളുമ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും 3 നേതാക്കളും. ചരിത്ര വിജയം നേടിയിട്ടും വിജയാഘോഷം പോലും സംഘടിപ്പിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് UDF പ്രവർത്തകർ ഇപ്പോഴുള്ളത്. മുസ്ലിം ലീഗ് നേതാവ് P. അബ്ദുൽ ഹമീദ് പറഞ്ഞതുപോലെ 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് UDF പ്രവർത്തകർ എന്നത് മഹാകഷ്ടമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. മുഖ്യമന്ത്രി കസേരക്കായുള്ള പോര് UDFിൻ്റെ വലിയ വിജയത്തിന് കനത്ത മങ്ങലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഒരു മുഖ്യമന്ത്രിയെ പോലും തെരഞ്ഞെടുക്കാൻ പറ്റാത്ത നിങ്ങൾക്കാണോ ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിനും UDF നേതാക്കൾ ഇനി മറുപടി പറയേണ്ടി വരും.